ഹലോ, ഇന്നെൻ്റെ നാട്ടിലെ പൂരാണ് കേട്ടോ. പറക്കുട്ടിക്കാവ് പൂരാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. കാരണം തലേദിവസം നമുക്ക് കുറേ ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ എന്ത് ചെയ്തു, രാവിലെ എണീക്കാൻ ലേറ്റായി. രാവിലെ ഒരു കൊറിയർ കൈപ്പറ്റി. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും വൈകി. അപ്പം എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ലേറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു നടയൊക്കെ അടച്ചിട്ടുണ്ടാവും, അതുപോലെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. അവിടെ അപ്പം താലം കൊണ്ടുപോകലൊക്കെ നടക്കണുണ്ടായിരുന്നു. അങ്ങനെ ആ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാപ്പൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ പിന്നാമ്പുറത്ത് വീടിൻ്റെ പിന്നിൽ ആന നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ അതിനെയും കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡ് എത്തി. ഉച്ചത്തെ ഫുഡൊക്കെ നമ്മളവിടെ ഉണ്ടാക്കി. ചിക്കനും ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉറക്കം മസ്റ്റാണല്ലോ. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റിട്ട് എന്തെങ്കിലും തണുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുന്തിരി സോഡ, പൈനാപ്പിൾ സോഡ, നറുനീണ്ടി, കരിമ്പ് ജ്യൂസ് ഇതൊക്കെ കണ്ടു. അപ്പം എല്ലാം ഓരോ ഗ്ലാസ് വീതം വാങ്ങി. എല്ലാ കൊല്ലവും ഞാൻ എൻ്റെ പൂരം കാണുന്നത് എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേലകളും പോണ കാണാം. ഇപ്രാവശ്യം ഓരോ ദേശത്തു നിന്നുള്ള ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. കാളകൾ, അതുപോലെ 2 ആനകൾ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട്, പിന്നെ കാവടി, പൂതൻ, തറ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അവർ അമ്പലത്തിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. അപ്പോൾ അമ്പലത്തിൽ കയറുന്നതും നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ പൂരവിശേഷങ്ങൾ. ബൈ.